സോഷ്യൽ മീഡിയ പറയാറ് ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി മൊത്തം പേരിൽ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടാറ്റ. ഞാനൊരു കാര്യം തികച്ചും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോവാണ്. വേറെ ഒന്നും കൊണ്ടല്ലേ, തുടങ്ങിയേ പറ്റത്തുള്ളൂ. ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് വല്ലതും കിട്ടണ്ടേ. ഞാൻ എൻ്റെ കാണിക്കാനായിട്ടൊന്നുമില്ല. നിങ്ങൾ പ്രേക്ഷകരെൻ്റെ വിഷമം മനസ്സിലാക്കണം. കാണിക്കാനായിട്ട് എൻ്റെ ഒന്നുമില്ല. ആകെ ഉള്ളത് ഈ ഒരു മാല മാത്രം. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ഓട്ടോ ചെട്ടി. ഇത് രണ്ടും ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നും എൻ്റെ കാണിക്കാനായിട്ടില്ല. പക്ഷെ ഇത് കാണാനായിട്ട് ആണെങ്കിലും അല്ലെങ്കിലും എൻ്റെ നിസ്സായ അവസ്ഥ കണ്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. നമ്മൾ ആണുങ്ങൾക്ക് ഒന്നുമില്ല. സബ്സ്ക്രിപ്ഷനിൽ കാണിക്കാനായിട്ട് നമുക്കൊന്നുമില്ല. ഇനി 6 പാക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല. പിന്നെ ഞാൻ എന്ത് കാണിക്കും? പക്ഷെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എല്ലാവരും എന്നെ നേരെ ഈ വീഡിയോ കാണുന്നവർ ഇൻസ്റ്റാഗ്രാമിൽ വരുമോ, ഫോളോ ചെയ്യുക. ഞാനവിടെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോവുകയാണ്. കാരണം എനിക്കും ജീവിക്കണ്ടേ. ഞാനും ഈ കൊച്ചു കേരളത്തിലെ പൗരത്വനുള്ള ഇന്ത്യൻ പൗരനല്ലേ, എനിക്കും ജീവിക്കണം. അല്ലാതെ പെമ്പിള്ളേർ മാത്രം ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിലൂടെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയ പോരല്ലോ. നമുക്കും വേണമല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അതുകൊണ്ട് പറ്റത്തില്ല. ഞാൻ വരും, ഉറപ്പായിട്ട് ഞാൻ തുടങ്ങിയിരിക്കും സബ്സ്ക്രിപ്ഷൻ. എൻ്റെ ഓട്ട ചെട്ടി അത് കാണിച്ചുകൊണ്ട് ഞാൻ കാശുണ്ടാക്കും. അത് വേറെ അപ്പീല് ഒന്നുമില്ല, വേറെ മാറ്റവും ഇല്ല. അത് കാണിച്ചിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കില്ല. നിങ്ങൾ ഇതൊക്കെയും കാണടേ. നമുക്കല്ലാതെ വരുമാനത്തിന് വേറെ മാർഗമൊന്നുമില്ല. പെണ്ണുങ്ങൾക്കാണ് സബ്സ്ക്രിപ്ഷൻ ഇറുക്കുക. എന്തായാലും ഹൻസിക കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും ഇളയ മകൾ. ഈ മകൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ഞാൻ മനസ്സിലാക്കുന്നത് മിക്ക ആൾക്കാരും രേണുസുതിയായിട്ട് പിടിച്ച് കമ്പയർ ചെയ്ത്. അല്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ചാനലടിച്ചു പോയ പപ്രലിയോൺ, മറ്റേ അശ്വിനിയും പിന്നെ രേണുസുതിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം ഹൻസികയും കൂടിയാണ്. ഹൻസിക രേണുമായിട്ടാണ് നാട്ടുകാർ കമ്പയർ ചെയ്യുന്നത്. അതിനേക്കാളും വലിയ തോൽവി നിനക്ക് ജീവിതത്തിൽ ഉണ്ടാവാനില്ല പെണ്ണെ. ഇനി വേറൊരു വീഡിയോ ഇതുപോലെ ഹൻസികയുടെ വൈറലാകുന്നുണ്ട്. അതായത് ഈ മെമ്പർഷിപ്പിന്റെ അകത്ത് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന്റെ അകത്ത് ഇട്ടിരുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടാണല്ലോ ആദ്യത്തെ വീഡിയോ വൈറലായി. ആ വീഡിയോ ഞാൻ ഒന്നുകൂടി കൊടുക്കാം, കാണാത്തവർക്ക് കാണാം. ഓക്കെ. എന്നാൽ വേറൊരു വീഡിയോ ബിക്കിനി ഇട്ടും കൊണ്ട് ബീച്ചിൽ നിൽക്കുന്ന ഒരു വീഡിയോ, അതും ഇപ്പോൾ വൈറലായി ഭയങ്കര ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് ആദ്യം കൊടുക്കാം. ഓക്കെ, ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. വേറെ ഒന്നുമില്ല. നമുക്കൊരിക്കലും ബീച്ചിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സാരി എടുത്തുകൊണ്ട് ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ലല്ലോ, കടലല്ലേ. അതുകൊണ്ട് കടലിൽ അവർ എൻജോയ് ചെയ്തിട്ട് അവരുടെ മൊമെന്റ്സ് അവർ എടുത്ത് ഷെയർ ചെയ്തു. അതിപ്പോൾ ആനക്കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടിടുമ്പോൾ, അതായത് ഈ വീഡിയോ, നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഈ വീഡിയോ, ഇത് കൊണ്ടിട്ടത് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇത് ഒരുമാതിരി ഈ സ്വയം വില കളഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സീരിയസ്ലി ഇത്രയും തരം താഴ്ന്നു പോകേണ്ട കാര്യം ഈ പറയുന്ന ഹൻസികയ്ക്കില്ല. അല്ലാണ്ട് തന്നെ മാസം 8-10 ലക്ഷങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി മാത്രം ഉണ്ടാക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ കൊണ്ടിട്ട് ഇത്രയും നെഗറ്റീവ് ആര് കൂട്ടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഓൾറെഡി റീച്ചായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എല്ലാ വർഷവും എല്ലാ മാസവും എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ലൈംലൈറ്റ് ചർച്ചയ്ക്ക് നിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു കുടുംബവും കൂടിയാണ് ഈ കെ ഫാമിലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം എല്ലാ പ്രാവശ്യവും കൊണ്ടിടും. ചില കാര്യങ്ങളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിമർശനം കിട്ടേണ്ട കേസുകളുണ്ടാകും. ഒരുപാട് കേസുകളുണ്ട്. ദിയ കൃഷ്ണയുടെ പ്രസവം സംബന്ധിച്ച് ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ വന്നു. പക്ഷെ അന്നൊക്കെ ഞാനൊക്കെ കട്ട സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നിങ്ങളുടെ സ്ഥാപനത്തിൽ കയറിയിട്ട് OBOCയിൽ കയറിയിട്ട് മോഷണം നടത്തി അതിൻ്റെ പേരിൽ നമ്മൾ നിങ്ങളെ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ പറ്റത്തില്ല. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പറ്റത്തില്ല. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, വസ്ത്ര സ്വാതന്ത്ര്യമാണ്. നമ്മൾ യൂറോപ്പിലോ മറ്റു കൺട്രികളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം കാണാൻ പറ്റും. അവിടെ അകത്തൊന്നും ഇടാതെ പുറത്തെന്തെങ്കിലും ചുമ്മാ ചട്ടുവിട്ട് സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന രീതിയാണ് പുറത്തൊക്കെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ അത് പുറത്ത്, ഇത് നമ്മുടെ നാട്, കൊച്ചു കേരളമാണ്. ഇവിടെ കുറച്ച് മലയാളി തനിമകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതനുസരിച്ച് ജീവിക്കുക. ഞാനെപ്പോഴും പറയാറില്ല, ഒക്കേഷൻ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ പുറത്തുള്ളവർ അങ്ങനെ ജീവിക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് അതുപോലെ ജീവിക്കാനൊന്നും പറ്റത്തില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയാം ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് അടിക്കുക. പിന്നെ ഈ ഹൻസികയെ പോലുള്ളവർക്ക് ഇങ്ങനെ തരം താഴ്ന്നൊരു വീഡിയോ ഇടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതാണ് ബേസിക്കലി ഉള്ള സംഭവം. ഇത്രയും തരം താഴ്ന്നു പോയി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കേണ്ടതോ ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം 300-ലെങ്ങാണ്ട് കടന്ന് സബ്സ്ക്രിപ്ഷൻ ആൾക്കാരുടെ എണ്ണം 2800-ലെങ്ങാണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, അത് വേറൊരു സത്യം, അത് വേറൊരു പരമാർത്ഥം. അങ്ങനെ ലക്ഷങ്ങൾ വരുമാനം അതിൽ നിന്നും ഇനി മാസം 10-11 ലക്ഷത്തോളം ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയും, പുറം രാജ്യത്തിലുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ സംസാരിക്കില്ല. പണ്ടൊക്കെ ഞാനും ഈ വീട്ടിൽ തന്നെ ഒക്കെ വിളിച്ച് പറയും, പുറത്തുള്ളവർ അങ്ങനെ നടക്കില്ല, പിന്നെ നമുക്ക് എന്ത് ഇങ്ങനെ നടന്നൂടെ എന്നുള്ള രീതിയിലൊക്കെ ഞാനും കമ്പയർ ചെയ്ത് സംസാരിക്കാറുണ്ട്.
അവരങ്ങനെ നടക്കണമെന്ന് വെച്ച് നമുക്ക് തന്തയില്ലായ്മ കാണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. പുറത്തുള്ളവർ അങ്ങനെ നടക്കുന്നു. ഓക്കെ, മോഡേൺ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നടക്കാതെ ഇപ്പോൾ ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാം. ഇനി ഡാൻസ് കളിക്കുന്ന സമയത്ത് ആ ഒക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഹോട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുക, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെ ജിമ്മിലുള്ള കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുമല്ലോ ലേഡീസ്, ബ്രായും ജെട്ടിയൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. ആ സമയത്ത് അവർക്ക് അതിൻ്റെതായ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഇതൊരുമാതിരി തരം താഴ്ന്നു പോയി. സത്യമുള്ള കാര്യം പറയാം, ഇത്രയും തരം താഴ്ന്നു പോകേണ്ട കാര്യമില്ലായിരുന്നു. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഉള്ള വില കളഞ്ഞു, അത് തന്നെ പറയാൻ പറ്റും. ഇനി ഞാൻ വേറൊരു വീഡിയോ അൻസികയുടെ കൊടുക്കാം. അതായത് ഡാൻസ് ഗ്രൂം എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷത്തി കഴിക്കുന്ന മറ്റേ മരുന്ന് എന്തോ ഒരു സാധനത്തിൻ്റെ ഒരു പ്രൊമോഷൻ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടാണ്. ഈ കോൺട്രോവേഴ്സിക്ക് ശേഷം 18 മണിക്കൂർ മുന്നേ ഇട്ട ഒരു വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം. That dance routine with the same level of confidence. Here are 3 things you need to get rolling. I practice until my body feels comfortable with the movement. Next step, confidence for you to raise your hands up and own the movement. ഞാൻ ഉപയോഗിക്കുന്നത് നിവ്യയുടെ ഡെർമ കൺട്രോൾ റോൾ ആണ്. ഈ പ്രോഡക്റ്റ് ഒരു ഗെയിം ചേഞ്ചർ ആണ്. ഇതിന്റെ അണ്ടർ ആംസിനെ ബ്രൈറ്റർ മാത്രമല്ല സ്മൂത്തറും ആക്കിയിട്ടുണ്ട്. ഹോട്ട് സമ്മേഴ്സ് കോൺസ്റ്റന്റ് ഷേവിംഗ് മേക്ക് ദി സ്കിൻ പാച്ചി ആൻഡ് ദിസ് പ്രോഡക്റ്റ് ടാർഗറ്റ്സ് ദ റൂട്ട് കോസ് ബാങ് ഓൺ. ഇതിൽ വിറ്റമിൻ സിയും പ്യുവർ ഹൈലൂറോണിക് ആസിഡും ഉണ്ട്. സോ it actually helps even up the skin. It's super gentle and the results speak for themselves. Last but not the least, the right footwear goes a long way. ഓക്കെ, ഈ വീഡിയോക്ക് താഴെ നെഗറ്റീവ് കമൻസ് ഇല്ല. അതിൻ്റെ റീസൺ എല്ലാം മുക്കിയതാവാനാണ് ചാൻസ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം നെഗറ്റീവ് കമൻസ് ഒന്നും കാണാനില്ല. കുറച്ച് കമൻസുമേ ഉള്ളൂ. അതായത് 159 കമൻസ് എങ്ങാണ്ടേ ഉള്ളൂ. മില്യൺ വ്യൂസ് എങ്ങാണ്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 28.3K ലൈക്കും ഉണ്ട്. എന്നിട്ട് 159 കമൻസ് വന്നപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ച് എല്ലാം മുക്കിയതാണ്. കമൻസ് നെഗറ്റീവ് കമൻസ് വന്ന് അതെല്ലാം മുക്കിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇത് കൊടുക്കാം. സബ്സ്ക്രിപ്ഷൻ 399 രൂപയാണ് ഒരാൾക്ക്. 2830 പേര് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ 300 എങ്ങാണ്ടായി കിടന്ന ഹൻസുബിയുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഇപ്പം ഇത്രയും ആൾക്കാരിലേക്ക് പോയി. ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയും ഗതികെട്ടവന്മാരായിപ്പോയല്ലോ ഇവിടെ കിടക്കുന്നതെന്നാണ്. എന്തിനാണ് ഇതിൻ്റെ അകത്ത് പോയിട്ട് എന്ത് കാണാനാണ് ഇടേ പൈസ കൊടുത്ത് ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണാൻ നാണമില്ല എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. കാണിക്കാൻ ആളുള്ളിടത്തോളം കാലം കാണാൻ ആളുണ്ട്. ഇപ്പം ഞാൻ നല്ലവനെന്നോ നന്മപരമോ ഇതൊന്നും കാണാത്ത ആളോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൈസ കൊടുത്ത് ഇതൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കണ്ട് എന്തുവാടാ ആ പൈസ വല്ല പാവങ്ങൾക്കും കൊണ്ട് പിച്ച ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ സ്വന്തം അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, പെങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ വഴിയിലിരിക്കുന്ന ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുക. ഈ 399 രൂപ കൊണ്ട് ഇതിൻ്റെ കണ്ണാക്കി ഇട്ടും കൊണ്ട് സബ്സ്ക്രൈബും ചെയ്ത് അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന കുറേ എണ്ണം. ഇതുപോലുള്ള കുറേ ഫ്രസ്ട്രേഷൻ നടന്ന കഴപ്പന്മാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ പോലുള്ളവർ, അല്ലെങ്കിൽ ഇതുപോലെ സബ്സ്ക്രിപ്ഷനിൽ അപരാധങ്ങൾ കാണിക്കുന്ന ആൾക്കാർ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ അൻസുബിയെ സംബന്ധിച്ചിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് കണ്ടപ്പോൾ തന്നെ എന്തോ പോലെ തോന്നി. അതും ആ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടിയും കൂടിയാണ്. കണ്ടപ്പോൾ തന്നെ ആ ഒരു ഇത് പോയി, ആ ഒരു ഫാമിലിയോടുള്ള ഒരു റെസ്പെക്റ്റ് പോയി. പുരോഗമന ചിന്താഗതിയാണ്. പാരൻസൊക്കെ വാരിക്കോരി വെച്ച് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷനാണ്, അത് ഇതാണ് തേങ്ങയാണ് കൊലയാണെന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര തരം താഴ്ന്നു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ആ കാൽക്കുലേറ്റർ എടുത്ത് വെച്ചൊന്ന് അടിച്ചു നോക്കി. 2830 × 399 11,29,107 രൂപ. 11 ലക്ഷം കണക്കിട്ടോ. 11 ലക്ഷം രൂപ മാസം സബ്സ്ക്രിപ്ഷനിലൂടെ ഇനി കിട്ടും. ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ കുറേ എണ്ണമുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഇനി നമ്മുടെ സിന്ധു കൃഷ്ണയുടെ കമന്റ് ബോക്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം ഫാമിലി മൊത്തത്തിൽ ഇപ്പം നെഗറ്റീവ് ആയിരിക്കുകയാണ്. ഫാമിലിക്ക് മൊത്തത്തിൽ പള്ളുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് നമ്മൾ കേൾക്കുന്ന പള്ളുകളെയും ഇതുപോലെ ഓരോ കയ്യിലിരിപ്പുകൾ കാണിച്ചിട്ട് വായിലിരിക്കുന്ന പള്ളുകളെയും കേൾക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ബീച്ചിൽ ബിക്കിനിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ബീച്ചിൽ നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. ഓക്കെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തോടെ ഇത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ആ ഫാമിലിയോടുള്ള റെസ്പെക്റ്റ് പോയി. സത്യം എവിടെയൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സിയിൽ ഉണ്ടായിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് അൻസുബിയുടെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു റെസ്പെക്റ്റ് എവിടെയോ ബാക്കിയുണ്ടായിരുന്നു ആ ഫാമിലിയുടെ അടുത്ത്. അത് മൊത്തത്തിൽ കൊഴിഞ്ഞു പോയ ഒരു ഫീലാണ് എനിക്ക്. എന്തായാലും സിന്ധു കൃഷ്ണയുടെ വീഡിയോയുടെ താഴെയുള്ള കമൻസ് ഒന്ന് നോക്കാം. സോറി ടു സേ ബട്ട് യുവർ കിഡ് ഈസ് എ ഓൺലൈൻ പ്രോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറും മ്ലാച്ച കമൻസ്. All the sexual assault possessed by such a young woman is quite concerning. Nothing empowering about that, honestly.
ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ? മക്കൾ ക്യാഷ് വാങ്ങി ന്യൂഡിറ്റി വിൽക്കുന്നു, ബേബി ചെയ്യുന്നതൊന്നും അമ്മ അറിയുന്നില്ലേ? എന്താ കുടുംബത്തിൽ മൊത്തം നെഗറ്റീവായി, കുടുംബത്തിലോട്ട് മൊത്തം ആൾക്കാർ ഇറങ്ങി ചോദിക്കാൻ തുടങ്ങി. ആർക്കും ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞ് ഇരുന്ന് കുറെ വായ്ത്താൾ അടിക്കുന്നവന്മാർ മാത്രം സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളെപ്പോലുള്ളവന്മാർ ഓപ്പണായിട്ട് സത്യം നമ്മുടെ ഉള്ളിലുള്ളത് തുറന്നു പറയുമ്പോൾ നമ്മൾ സദാചാരവോളിയായി, ഓൺലൈൻ അമ്മാവനായി, നമ്മൾ മറ്റേ സദാചാരം പറഞ്ഞതിൻ്റെ അപ്പുറത്ത് പോയിട്ട് മുണ്ടുവെക്കുന്ന ടീമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വാക്കുകൾ കേൾക്കും. ഞാനിവിടെ ആരെയും മുണ്ടുവെക്കാനൊന്നും പോയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ പറയും. എനിക്ക് കണ്ടിട്ട് ഇത് ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല. ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അടുത്തിനി ഹൻസികയുടെ യൂട്യൂബിലെ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമൻസ് കൊടുക്കാം. ഫോളോവേഴ്സ് കൂടിയപ്പോൾ 299 to 399 ആക്കിയ റേറ്റ്, വീട്ടിൽ ഇത്ര പൈസ ഇല്ലേ? എന്തിനാണ് അൻസുബി ഇതൊക്കെ കേൾക്കേണ്ട ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചത്? ബ്രോ, ഐ ആം ജെൻസ് കിഡ്, ഐ ലവ് ആൻഡ് സപ്പോർട്ട് യുവർ ഡ്രസ്സിംഗ് സെൻസ് ആൻഡ് ഡാൻസിങ് വീഡിയോ, ബട്ട് ദിസ് ഈസ് സോ ചീപ്പ്, ഐ നെവർ എക്സ്പെക്ടിങ് ദിസ് ഫ്രം യു. അതായത് നമുക്ക് ആർക്കും ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ രേണുസുതി ആണെങ്കിൽ നമ്മൾ ആ പോട്ടുപുല്ല അത് ആ രീതിയിലുള്ള തളഞ്ഞ സാധനമാണെന്ന് നമ്മൾ പറയും. പക്ഷെ ഈ ഫാമിലിയിൽ നിന്നും ഒരാളിൽ നിന്നും നമ്മൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അൻസുബി ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സാധനം കൊണ്ട് അടിക്കുകയും അതിങ്ങനെ വലിയ ചർച്ചാവിഷയമാവുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ കൊണ്ട് ഇടുമെന്ന് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ ആകെ ഈ ഫാമിലി ഫോളോ ചെയ്തിട്ടുള്ളത് ഈ അൻസുബിയാണ്. കാരണം എനിക്ക് ആ കുട്ടിയുടെ വീഡിയോസ് ഇഷ്ടമാണ്, നല്ല കാണാൻ നല്ല രസമാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കും. വീഡിയോസ് ഇഷ്ടമാണ്, റീൽസ് ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്, കാണാറുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ എന്തോ ആ ഒരു സ്നേഹം വരെ എവിടെ പോയി. അതുപോലെ ഫാമിലിയുടെ അടുത്ത് എവിടെയും ഉണ്ടായിരുന്ന റെസ്പെക്റ്റും പോയി. ഉള്ള കാര്യം പറയാം. യു ആർ കുക്ക്ഡ്, ഡിസിപ്ലിൻ യു യങ്ങർ സിസ്റ്റർ, ഇഫ് ദോസ് സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ട്രെൻഡ് ഈസ് റിയൽ, ഇറ്റ്സ് വൾഗർ ആൻഡ് ഇറ്റ്സ് യുവർ ചോയ്സ് ആഫ്റ്റർ ആൾ. എന്തൊക്കെയായാലും നിങ്ങളുടെ ചോയ്സാണ്, ഓക്കെ, വോട്ടവർ. പക്ഷെ എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് അത് എൻ്റെ ചോയ്സാണ്, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എന്തായാലും ആൾക്കാർ പറയുന്നത് വൾഗറാണെന്ന്. പിന്നെ അല്ലാത്ത കുറെ ഭയങ്കര പോസിറ്റീവ് പുരോഗമന ചിന്താഗതിയുള്ള കഴിവേറുകളെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നു. എനിക്കത് യോജിപ്പില്ല. ഹായ്, ഇത് അഹാനയുടെ കമന്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഹായ് അഹാന, ഡിഡ് യു സീ ഹൻസിക വീഡിയോ? Sisley girl, it was shocking for me because I always see her as I little sis, which nowadays show disgusting action. I didn't know why people doing such things for money, that too coming from the good, privileged, wealthy family. Diya Krishna also did the same thing in her prime time, but that was entirely different. She can post anything and it's up to her. But coming to Hansika Krishna, it's not like she posting anything she wants. She did that in her money getting subscription channel, that to vulgar position. എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നല്ല പോലെ പറയുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഈ കുടുംബത്തിന് ഇങ്ങനത്തെ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടായിരുന്നോ? ഓക്കെ, സനാതന കുടുംബം. ഓക്കെ, ഡിഡ് നോട്ട് എക്സ്പെക്ട് ദിസ് ഫ്രം യു ഹൻസിക. ആഫ്റ്റർ വാച്ചിങ് ആൾ യുവർ ട്രോൾ വീഡിയോ, ഡിസപ്പോയിന്റഡ്. യു ആർ എ റിച്ച് ഗേൾ, വൈ ഡു യു വാണ്ട് ടു മേക്ക് മണി putting such videos in YouTube? I respect Krishna Kumar, don't spoil his name. Among these the children of movie actors and so as a person. Okay, alkarella negative custom OnlyFans light version setup aano your subscription. Vrithiketta jendu thu tendichi vrithiketta panna penna chi paisakku vendi endum cheyyunna koodarpenna avളുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ thu online prostitution. Shame on you and your family, hate you. എന്തിനാടാ ഇങ്ങനെ ചീത്തവിളി വാങ്ങിച്ചു കൂട്ടിയത്? ഇനി സിന്ധു ചേച്ചിയുടെ വന്നിട്ടുള്ള കമന്റ് കൊടുക്കാം. ഹലോ സിന്ധു, നിങ്ങൾ എത്ര നന്നായാണ് വസ്ത്രം ധരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളോട് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ എത്ര വലിയ സെലിബ്രിറ്റി ആയാലും നമ്മുടെ വസ്ത്രധാരണം നമുക്ക് വലിയ വില തരും. മക്കളെ നല്ല രീതിയിൽ നോക്കാൻ അറിയാത്ത അമ്മ, നിങ്ങളെക്കാളും സിനിമയിൽ ആക്റ്റീവായ ആളുകൾ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നു. നിങ്ങൾ മാത്രം അയ്യോ പൂരത്തെറിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരം വിദ്യാഭ്യാസം ബോധമുള്ളവർ പറയും. അല്ലാതെ കുറെ പൂക്കികൾ ചിലപ്പോൾ കിടന്ന് സപ്പോർട്ട് ചെയ്യും. അത് അവരുടെ ഇഷ്ടമല്ല, വസ്ത്ര സ്വാതന്ത്ര്യം മറ്റാണ്, മാങ്ങ തൊലിയാണ്. എന്ത് സ്വാതന്ത്ര്യം? എന്ത് തോന്നിയാസവും കാണിച്ചിട്ട്, എന്ത് അഴിഞ്ഞാട്ടവും കാണിച്ചിട്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലോ കയറ്റാൻ പറ്റുമോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് സൂക്ഷിച്ച് പോസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് ഏറ്റവും ഇതായിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൈസ എന്ന് പറയുന്ന ഫാക്ടറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടം കയറി മുടിയാൻ നിന്നിട്ട് ഇങ്ങനെ ചെയ്തതൊന്നും അല്ല. അങ്ങനെ ചെയ്താലേ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ പറയുന്നത് ഇത്രയും നല്ല വെൽത്തി ഫാമിലി ആയിട്ടുള്ള ഇവര് ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് സോ വൾഗർ എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും ഇങ്ങനത്തെ ഒരു വീഡിയോ പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചേച്ചിമാരും അനിയത്തിമാരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ കൃഷ്ണൻ ചേട്ടൻ, ഷുഗർ ഡാഡി, ഭയങ്കര ഡാഡി, സൂപ്പർ ഡാഡി, സൂപ്പർമാൻ ഡാഡി,
ശക്തിമാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് മോൾ എന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ അത് എതിർക്കണം. ഇനി ഇതുപോലെ ആവർത്തിക്കരുതെന്ന് പറയണം. അവിടെയാണ് ഒരു തന്തയെന്ന ആളുടെ ക്വാളിറ്റി വരുന്നത്. അല്ലാണ്ട് എന്ത് തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാലും ഞാൻ സപ്പോർട്ടീവ് ഫാമിലിയാണ്, നമ്മൾ പുരോഗമന ചിന്താഗതി ഫാമിലിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരിൽ നിന്നും ഇപ്പൊ ഇത്രയും നെഗറ്റീവ് കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചതാരാ? നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി ഹൻസികയുടെ വേറൊരു വീഡിയോ ആണ്. എന്ത് നല്ല ഭംഗിയുള്ള ഐശ്വര്യമുള്ള കുട്ടിയാ, എന്തിനാ ഇങ്ങനെ ഒരു തോന്നിയ ദിവസം ചെയ്തു വെച്ചേ ഉള്ള വിലകളെ. ഡാൻസിന് ഡാൻസ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, പൈസയ്ക്ക് പൈസ എല്ലാം ഉണ്ടായിരുന്നു. ഇനി സിനിമയിലൊക്കെ കയറി അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒരു ഉളത്തരം കാണിച്ച് എന്തിനാ വില കളഞ്ഞ്? നസ്ലിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വേറെ ലെവലായി. ഒന്നാമത് ഓൾറെഡി വേറെ ലെവലാണ്. ഇത് തൊലച്ച് കളഞ്ഞല്ല സ്വന്തമായിട്ട്. കാണുമ്പോൾ തന്നെ എന്തോ പോലെ. ഇനി കൃഷ്ണൻ ചേട്ടൻ്റെ ഒരു പഴയ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം കാണാം. ചേട്ടനെ പറ്റി കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയ പറയാറ് കൂൾ ഡാഡി എന്നാണ് പറയാറ്. കൂൾ ഡാഡി ഇപ്പൊ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്ത വൈബ് അല്ല വൈബ് തന്നാന്ന് പറഞ്ഞത്. എല്ലാരും തന്ത വൈബും വൈബതായിട്ടും കൂൾ ഡാഡിയും ഒക്കെ നന്നായിരിക്കുന്നു. മക്കളെ തെറ്റ് കാണിച്ച തെറ്റെന്ന് പറയണം. എങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുന്നത്, എങ്ങനെ എൻ്റെ പൊന്ന് കൃഷ്ണേട്ടാ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും? സ്വന്തം മകളാണ്. അതുപോലെ സിന്ധു ചേച്ചിയുടെ സ്വന്തം മകളാണ്. ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന അക്സെപ്റ്റ് ചെയ്യാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? ഇത് ചെയ്ത് തെറ്റാണ്. ഇനി ഇത് ആവർത്തിപ്പിക്കരുത്. ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ ഇനി മകളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, വിലക്കണം. ഇതൊരു പക്ഷേ നിങ്ങൾ പുറത്ത് വന്നിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ മോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇമേജ് പിടിച്ചു നിർത്താനാ പോസിറ്റീവ് മൈൻഡ് എന്തോ ആയിക്കോട്ടെ. പക്ഷെ പേഴ്സണൽ ലൈഫിൽ മോളടുത്ത് പറയണം, ഇനി ഇമാതിരി പോക്കൃത്തനങ്ങളും കോപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ എടുത്തിടരുതെന്ന്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിലയാണ് പോകുന്നത്. കാരണം ഇത് കാണുന്നത് സാധാരണ ജനങ്ങൾ മാത്രമല്ല, നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ അറിയാവുന്ന നിങ്ങളുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരടക്കം ഇതൊക്കെ കാണുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കുമ്പം സ്വന്തമായിട്ടൊരു തൊലിക്കട്ടി വേണ്ടേ? തൊലി കുറച്ച് വേണം, കുറച്ചൊക്കെ ഒരു ഇത് വേണം, ഉളുപ്പ് കേട്ടോ. അതുകൊണ്ട് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കൃഷ്ണേട്ടൻ പറയും കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യവും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, ഞാൻ തരേണ്ടതല്ല. ഞാൻ ആരാ തരാൻ? സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലാണ്, സ്വാതന്ത്ര്യം അത്രയാത്തൊരു. ഓക്കെ, അതുപോലെ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലാണ്, ഞാൻ തരേണ്ട ആരുമല്ല. പക്ഷെ സ്വന്തം മക്കള് ഊളത്തനം കാണിച്ചു കഴിഞ്ഞാൽ അപ്പനെന്ന നിലയ്ക്ക് അവിടെ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അപ്പനാണ്, പറയണം. തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞ് അടി കൊടുക്കേണ്ട സ്ഥാനത്ത് അടി കൊടുത്ത് തന്നെ മക്കളെ വളർത്തണം. അതേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കൈ പിടിച്ചാൽ നിൽക്കത്തില്ല. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് നല്ലപോലെ അടി കിട്ടി തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയെങ്കിൽ നിൽക്കണം. അല്ലെങ്കിൽ ഇതിനേക്കാളും വല്ല എം അടി കേസിലൊക്കെ പിടിച്ചുകൊണ്ട് പോയാനോ വല്ല കഞ്ചാ കേസിലൊക്കെ ഉള്ള കാര്യം പറയാം. മക്കളെ അടി കൊടുത്ത് വളർത്തുന്ന സമയത്ത് അടി കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ തുളഞ്ഞ് നാറാണത്താവും. ഞാൻ ചിന്തിക്കാറുണ്ട്, പ്രിൻസി എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെ, ഇവിടെ ഇരിക്കുന്ന സൗകര്യങ്ങളുണ്ട്, ക്യാമറയുടെ പിടിച്ചിരിക്കും. ഇവരൊക്കെ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്. ഈ നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല. ഞാൻ ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കം ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല വഴക്കം ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. ഈ കേസിലും നല്ല വഴക്കം ചീത്ത അടിയും കൊടുക്കണം. അൻസിയക്ക് നല്ല അടി കൊടുക്കേണ്ട, ചൂട്ടാടി ചട്ടവും പഴിപ്പിച്ച് വെച്ച് അടിച്ചു കൊടുക്കേണ്ട കേസാണ് അവൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് തന്നെ ചെയ്യണം. കാരണം എന്തുവാ ഇത്? നിങ്ങളുടെ കുടുംബത്തിന്റെ ആ ഒരൊറ്റ വില ഒരു നിമിഷം കൊണ്ടാണ് അവൾ കളഞ്ഞു വിളിച്ചിട്ടുള്ളത്. അറിവില്ലാത്ത പ്രായമൊന്നും ഞാൻ പറയത്തില്ല. 10-20 വയസ്സ് കഴിഞ്ഞ് അറിവെല്ലാം ആയിട്ടുണ്ട്. കൊടുക്കേണ്ട സ്ഥലത്ത് ആട്ടി കൊടുത്ത് തന്നെ ഇരുത്തണം. മനസ്സിലായ? കുറച്ച് കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നെക്കാൾ അറിവ് എനിക്ക് പുതിയ തലമുറ വളരെ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തലമുറയും വളർന്നു വരുമ്പോൾ പിൻതലമുറക്കടെ ഒരു തലതെറിച്ച ഒരു തലമുറ തന്നെ കേട്ടോ. പറഞ്ഞാൽ ഇത് ഞങ്ങളും കേട്ടതാ, ഇപ്പോഴും പറയുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് തോന്നുന്നുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഭയങ്കരമായിട്ട് വഴിപടച്ചു പോകുന്നവരാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. കണ്ടില്ലേ കേട്ടോ, ഇപ്പൊ എന്റെ മക്കള് അമ്പളരുടെ കറങ്ങുന്നു, പെൺകുട്ടികൾ ഒരു നിയന്ത്രണമില്ല, കണ്ടവന്റെ കൂടെ ഇതാണ് പറയുന്നത്. അതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്ന വെച്ചാൽ, ഞാൻ ഈ പ്രായത്തിൽ പോയിരുന്ന കാലത്തും എനിക്കും ഇതേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ കൂടെ പോവുക, ഇതൊക്കെ ഉണ്ടായിരുന്നു.
അഥവാ ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയാൽ പച്ചക്കള്ളം വീട്ടിൽ ഒന്ന് പറയും. ആ, അതെ, ഒഴിഞ്ഞു കൂടി കറങ്ങാൻ പോയി. സുഖമില്ലാതായി, അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് വരുന്ന ഒരു സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി, പച്ചക്കള്ളം പറയുമായിരുന്നു. ഇപ്പത്തെ പിള്ളേര് കള്ളം പറയുന്നില്ല. ഇത്ര ഞാൻ കാണുന്നൊരു വ്യത്യാസം. പക്ഷെ എന്നാലും ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, ഈ മൂല്യങ്ങൾ ഒരു വാല്യൂസ് ആണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ബഹുമാനിക്കുക, മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും എതിരെ നിൽക്കുന്ന ആളെ ബഹുമാനിച്ച് തന്നെ പോവുക. ആരും ആയിക്കോട്ടെ ബഹുമാനിക്കുക. കാരണം കൊടുക്കുന്നതേ തിരിച്ചു വരും. അത് കർമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനിക്കുക. പിന്നെ ഏതും ഓവർ യൂസ് അപകടമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, whatever it is, ഓവർ യൂസ് അപകടം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുക. ഓക്കെ, നല്ല പോസിറ്റീവ് വാക്കുകൾ കേട്ടിരിക്കാൻ നല്ല രസം. നല്ല ഒരു കൂൾ ഡാഡി ഒക്കെയാണ്. ഓക്കെ, മക്കൾക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു അപ്പൻ, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് തോന്നിവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊളത്തനമാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനോ അംഗീകരിക്കാനോ പറ്റത്തില്ല. ഇമാതിരി ഊളത്തനങ്ങൾ കാണിച്ചു കൂട്ടിയതിനെ അന്നേരം സപ്പോർട്ട് ചെയ്ത് ന്യായീകരിച്ച് എൻ്റെ പൊന്നു കൃഷ്ണൻ ചേട്ടാ നിങ്ങൾ കയറിപ്പോകും. അതുകൊണ്ട് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കും. ഒന്നുകിൽ നിങ്ങൾ പ്രതികരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. മോള് ചെയ്ത തെറ്റ് മോളോട് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞ് ഇനി ഇമാതിരി തൊട്ടിത്തനങ്ങൾ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി മോളെ നല്ല വഴിക്ക് കൊണ്ടുവരണം. മോക്ക് എന്തോ പറ്റി. എനിക്കൊന്ന് കോളേജ് അടച്ചപ്പോൾ എന്തോ കാട്ടിക്കൂട്ടിയാണെന്ന് തോന്നി. അതായത് സിനിമയിലൊക്കെ റോള് കിട്ടുന്നു എന്നൊക്കെ കണ്ടപ്പോൾ മോക്ക് വല്ല നമ്മൾ ഭയങ്കര മാസമാണെന്ന് സ്വയമേ തോന്നി ചെയ്തതാണെന്നറിയില്ല. പൈസയ്ക്ക് ഷോർട്ടേജ് വന്നപ്പം ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണെന്നറിയില്ല. ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയ്ക്ക് റീച്ചും പൂക്കൾ എന്ന് പറയുന്ന ഒരു സോങ് എന്തോ ഇറങ്ങാൻ പോകണമല്ലോ 8-ാം തീയതി, നാളെ എങ്ങാണ്ട്, അതിന് റീച്ചിനാണോ എനിക്ക് ഡൗട്ടുണ്ട്. എല്ലാം മൊത്തത്തിൽ ഡൗട്ടാണ്. എന്തായാലും ഞാൻ ഇമാതിരി ഊളത്തനത്തിന് സപ്പോർട്ട് ചെയ്യത്തില്ല. അതായത് പാര് ചെയ്താൽ, ഏത് ദേവേന്ദ്രം ഒന്നും ചെയ്താൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ കൊണ്ട് പുതിയൊരു വീഡിയോ കാണാം.